ദ ജേർണലിസ്റ്റിലേക്ക് പലസ്തീനെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് 4 മാസം പിന്നിടുമ്പോൾ വലിയ തകർച്ചകൾ നേരിടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ അതിഭയാനകമായ വിധത്തിൽ തകർന്നടിയുന്നതിന്റെ കണക്കുകൾ വിവിധ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിനുള്ളിൽ ജനകീയ സമരങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളകുന്ന വിധത്തിൽ നിരവധിയായ പ്രത്യാഘാതങ്ങൾ യുദ്ധം കൊണ്ട് ഇസ്രായേലിനുണ്ടായി എന്ന കണക്കുകളും പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ ഇസ്രായേൽ നേരിട്ട സാമ്പത്തിക ഞെരുക്കം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലുതാണ് എന്നാണ് ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ 3 മാസം, അതായത് യുദ്ധം തുടങ്ങുന്ന കാലയളവ് കൂടി ഇതിനൊപ്പമുള്ളതാണ്. ആ മാസങ്ങളിൽ GDP 19.4% ഇടിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ ഇടിവാണിത് എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം ബ്ലൂംബെർഗും റോയിറ്റേഴ്സും 10% ഇടിവുണ്ടാകും എന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. അതായത് യുദ്ധത്തിന് വേണ്ടി മുഴുവൻ സമ്പത്തും ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളായ ബ്ലൂംബെർഗും അതുപോലെ തന്നെ റോയിറ്റേഴ്സും ഇങ്ങനെ പോയാൽ ഇസ്രായേലിന് ഒരു 10% വരെ സാമ്പത്തികമായി GDP-യിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു. എന്നാൽ അതിന്റെ ഇരട്ടിയോളമുള്ള ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു വശത്ത് പലസ്തീനെ പൂർണ്ണമായും തകർക്കുക, ഗസ ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി ഇസ്രായേൽ മുഴുവൻ സമ്പത്തും യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ, യുദ്ധ സാമഗ്രികൾക്കും സൈനികരുടെ വിന്യാസത്തിനും ദൈനംദിന യുദ്ധ പ്രവർത്തനങ്ങൾക്കുമായൊക്കെ ചെലവഴിക്കുമ്പോൾ, മറുവശത്ത് സ്വാഭാവികമായി, അതായത് ആരും ചെയ്യുന്നതല്ല, തനിയെ സംഭവിക്കുന്ന വലിയ ഒരു തകർച്ച ഇസ്രായേലിലും ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ യുദ്ധം നിമിത്തം ഇസ്രായേലിലെ നിരവധി ബിസിനസ്സുകൾ സ്തംഭിച്ചു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ചെങ്കടലിൽ ഹൂത്തികളുടെ ഇടപെടലിനെ തുടർന്നൊക്കെ പല കമ്പനികളുടെയും പ്രവർത്തനങ്ങൾ താളം തെറ്റിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ യുദ്ധം ശക്തമാകുമ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നോർത്തേൺ ഇസ്രായേലിലേക്ക് ആക്രമണം കടുക്കുന്നതിന്റെ ഭാഗമായി അവിടെയുള്ള വ്യവസായശാലകൾ അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ പലായനം ചെയ്യിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ തുടർ ചെലവുകൾ നോക്കേണ്ടി വരുന്നുണ്ട്. അത് ഇസ്രായേലിന് വലിയ ബാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് വ്യവസായങ്ങൾ സ്തംഭിക്കുന്നു, അതുപോലെ തന്നെ കുടിയൊഴിപ്പിക്കലുകൾ വർദ്ധിക്കുന്നത് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം ഇസ്രായേലിന് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരുതൽ സേനയെ കൂട്ടത്തോടെ വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായതും ഇസ്രായേലിന്റെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കരുതൽ സേന എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയ സേനയല്ല, മറിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ വിളിച്ചു ചേർക്കപ്പെടുന്ന ഒരു പ്രത്യേക തരം സേനയാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ കൂട്ടത്തോടെ യുദ്ധത്തിനിറക്കിയത് കൊണ്ട് ഉൽപാദന മേഖലയിലും കാര്യമായ ഇടിവുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്തെ തൊഴിലാളികളിൽ ഏതാണ്ട് 8% കുറവ് ഈ യുദ്ധത്തിന് ഈ കരുതൽ സേനയെ നിയോഗിച്ചതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. COVID-19 മഹാമാരിയുടേതിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഉൽപാദന മേഖലയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇസ്രായേലിന്റെ $520 ബില്യൺ സമ്പദ്ഘടനയെ സാരമായി ബാധിച്ചു എന്നാണ് ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം മറ്റൊരു നഷ്ടക്കണക്ക് കൂടി വായിക്കാം. 70% ഇടിവോടെ നിക്ഷേപ മേഖലയിൽ കനത്ത തിരിച്ചടി ഉണ്ടായി എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2023 അവസാന പാദത്തിൽ സ്വകാര്യ ഉപഭോഗം 27%, പൊതു ഉപഭോഗം 90% കുറഞ്ഞതായും ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട്. നോക്കുക, വ്യാവസായികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും നല്ല നിലയിൽ കഴിഞ്ഞ 2 വർഷത്തിലേറെ കാലമായി പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതോടുകൂടി നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണ് പുറത്തുവിടുന്നത്. അതായത് യുദ്ധത്തിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിൽക്കുകയും യുദ്ധം മാത്രമാണ് ലക്ഷ്യമെന്ന നിലയിൽ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക മേഖല ഉൾപ്പെടെ അതിലേക്ക് ഏകോപിപ്പിക്കപ്പെടുകയും ചെയ്തതോടുകൂടി ഇസ്രായേലിന്റെ പുരോഗതിക്കുള്ള വഴികളെല്ലാം അടയുന്ന സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല, നിലവിൽ നേടിയ പുരോഗതി, സാമ്പത്തികമായി നേടിയ പുരോഗതികൾ, വ്യാവസായികമായി നേടിയ പുരോഗതികൾ ഒക്കെ നേരെ കൂപ്പുകുത്തുന്ന കാഴ്ചയും ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ തന്നെ ഔദ്യോഗികമായ റിപ്പോർട്ടിൽ നിന്നും അതുപോലെ തന്നെ ബ്ലൂംബെർഗും റോയിറ്റേഴ്സും ഒക്കെ പുറത്തുവിട്ട റിപ്പോർട്ടുകളും ചേർത്ത് വെക്കുമ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധം കൊണ്ട് പലസ്തീനെ മാത്രമല്ല അത് ബാധിക്കുന്നത്, മറിച്ച് ഇസ്രായേലിനും അത് വലിയ തിരിച്ചടിയാകുന്നു എന്ന് നിസ്സംശയം പറയാവുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് സാരം. അതോടൊപ്പം സർക്കാർ ചെലവുകൾ 88%-ലധികമായി കുതിച്ചുയരുന്നു എന്ന
ആശങ്കാജനകമായ കണക്കുകളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. സൈനിക വകുപ്പിലെ ചെലവുകളാണ് ഇത്രയും വലിയ ഒരു കുതിപ്പ് ചെലവുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരുന്നു. 2022 ഇസ്രായേലിന്റെ GDP 6.5% വളർച്ച കൈവരിച്ച സ്ഥാനത്ത് കഴിഞ്ഞ വർഷം അത് 2% മാത്രമായിരുന്നു. ഇപ്പോൾ അത് പിന്നെയും താഴേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം തുടക്കത്തിൽ അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് തരം താഴ്ത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് വികസനത്തിനുള്ള സകല സാധ്യതകളും അടയ്ക്കുന്ന വിധത്തിൽ ഒന്നായി ഈ യുദ്ധം മാറുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി നേടിയ വളർച്ച പൂർണ്ണമായും തകരുന്ന സാഹചര്യം, താഴേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യം, വ്യവസായ വികസന തോത് അത് കുറയുന്ന സാഹചര്യം, കമ്പനികളുടെ ഉൽപാദനം സ്തംഭിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഇതിൽ പറയാത്ത ചില കാര്യങ്ങൾ മറ്റ് റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് തുറമുഖങ്ങൾ ഏതാണ്ട് പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന കാര്യമായിരുന്നു. എലിയാത്ത് തുറമുഖം അടക്കമുള്ള ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ വരുമാന സ്രോതസ്സുകളായിരുന്ന തുറമുഖങ്ങൾ അത് പൂർണ്ണമായും തന്നെ പ്രവർത്തനം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ അവിടങ്ങളിൽ ജോലി നോക്കിയിരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അവിടെ താമസിച്ചിരുന്ന ആളുകൾ കൂട്ടത്തോടെ അവിടെ നിന്ന് പലായനം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിലൊക്കെ ഉപരിയായി ഗൾഫ് രാജ്യങ്ങളുമായി കഴിഞ്ഞ വർഷം മുതൽ ഒരു നല്ല ചങ്ങാത്തത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് തങ്ങളുടെ പല മേഖലകളിലും ഗൾഫ് രാജ്യങ്ങളുടെ, അറബ് രാജ്യങ്ങളുടെ ചങ്ങാത്തത്തോടു കൂടി ഒരു വികസനം ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നു. സൗദി അറേബ്യയും ഒക്കെയായി നല്ല ചങ്ങാത്തത്തിലാണ് എന്ന് യുദ്ധത്തിന് മുമ്പുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ വേദിയിൽ ഒരു അഭിമാനം എന്നോണം ഇസ്രായേൽ പറഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും തകർന്നടിയുകയാണ്. പശ്ചിമേഷ്യയിൽ പൂർണ്ണമായും ഇസ്രായേൽ ഒറ്റപ്പെടുന്ന നിലയിലേക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. റഫേലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയും ഖത്തറും UAEയും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും 60ഓളം വരുന്ന അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ അവർ ഇസ്രായേലിന് ഒറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ അവരെ ഇത്തരം നീക്കങ്ങളുമായി റഫേലിലേക്കൊക്കെ റമദാൻ മാസത്തിൽ കടന്നു കയറുന്ന രീതിയിലുള്ള ക്രൂരതകളുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് തക്കതായ മറുപടി കൊടുക്കണം എന്ന നിലയിലേക്ക് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതും ഇസ്രായേലിന് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലസ്തീനെ തകർക്കുക, ഗസ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ആഘാതങ്ങൾ അല്ലെങ്കിൽ തകർച്ചകൾ ഇസ്രായേലിനുള്ളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വശത്ത് സാമ്പത്തികമായി ഇങ്ങനെ വലിയ തകർച്ചകൾ കണക്കുകൾ സഹിതം പുറത്തു വരുമ്പോൾ, ഇസ്രായേലിന്റെ തന്നെ ഔദ്യോഗിക ഏജൻസി ഉൾപ്പെടെ തകർച്ചയുടെ കണക്കുകൾ, സാമ്പത്തിക തകർച്ചയുടെ കണക്കുകൾ പുറത്തുവിടുമ്പോൾ, മറുവശത്ത് സാമൂഹ്യമായും ഇസ്രായേലിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അവിടെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി 100 കണക്കിന് ജനങ്ങൾ ജെറുസലേമിൽ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങുന്നു. ബന്ദികളെ വിട്ടുകിട്ടാൻ ഇടപെടൽ നടത്താത്ത സർക്കാർ പരാജയമാണെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു, തെരുവിലിറങ്ങുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ ഭരണകൂടത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് വാർ ക്യാബിനറ്റിനുള്ളിൽ തന്നെ വലിയ എതിരഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. അത്തരത്തിൽ സകല മേഖലകളിലും ഇസ്രായേലിന് ആഭ്യന്തരമായി തിരിച്ചടികൾ നേരിടുന്നു, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് വലിയ തോതിലുള്ള പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നെതന്യാഹുവും ആ ഭരണകൂടവും അറിയുന്നു, അല്ലെങ്കിൽ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കണക്കുകൾ ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ. ഈ രീതിയിൽ യുദ്ധവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തികാവസ്ഥ കൂടുതൽ പരിതാപകരമാകും, വലിയ ഞെരുക്കത്തിലേക്ക് പോകും. ഒരു പക്ഷേ പട്ടിണിയോ ക്ഷാമമോ ഒക്കെ ഇസ്രായേൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. ആ നിലയിലേക്ക് സമ്പദ് വ്യവസ്ഥ തകരുകയാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദൂര ഭാവിയിൽ അത് ഇസ്രായേലിന് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളും ചെറുതായിരിക്കില്ല.